ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല മഴയൊക്കെയായിട്ട് എന്താ എല്ലാവരുടെയും അവസ്ഥ? സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? മഴ തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് ഏകദേശം ഒരു 6 ദിവസമായിട്ടുണ്ട് കേട്ടോ. നല്ല മഴ തന്നെയാണ്. ഇന്നലത്തെ ദിവസം കുറച്ചൊരു കുറവുണ്ടായിരുന്നു. അതിനുശേഷം ഇതാ പിന്നെയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോൾ മഴ പെയ്ത് ചോർന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും തുടങ്ങി കേട്ടോ. നല്ല മഴ പെയ്താൽ പിന്നെ ആകെ അലമ്പായിരിക്കും വീടും പരിസരവും ഒക്കെ. പിന്നെ ഇതാ നോക്കുമ്പോൾ കറണ്ടും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വേഗം കിച്ചണിൽ കയറിയിട്ട് ഇന്നലെ ദോശയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തണുപ്പും കൂടെ ആണല്ലോ, അതുകൊണ്ട് ദോശമാവൊന്നും വലിയ കാര്യമായിട്ടൊന്നും പൊന്തി വന്നിട്ടൊന്നുമില്ല. ഇന്നലെ രാത്രി പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി വന്നതുകൊണ്ട് തന്നെ ഞാനിത് അരച്ച് വെക്കാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് എന്തെങ്കിലുമൊക്കെ കറി തട്ടിക്കൂട്ടണമെന്ന് വിചാരിച്ചിട്ട് ചട്നിയാണ് ഞാൻ ദോശയിലേക്ക് മെയിനായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാറുള്ളത്. അപ്പോൾ പിന്നെ കറണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പൊട്ടറ്റോ എടുത്തിട്ട് മസാല റെഡിയാക്കാമെന്ന് വിചാരിച്ച് നിന്നതും കറണ്ട് വന്നു കേട്ടോ. അപ്പോൾ വേഗം ആദ്യം തന്നെ ചട്നി അങ്ങ് റെഡിയാക്കി വെക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് 3 ദിവസം നമുക്ക് കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. 3 ദിവസം കഴിഞ്ഞിട്ടാണ് കറണ്ടൊക്കെ വന്നത്. അപ്പോൾ ഇവിടുത്തെ കറണ്ടിനെ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നാമത് നമ്മൾ എണീക്കാൻ വേണ്ടിയിട്ട് നല്ല ലേറ്റ് ആവും കേട്ടോ. ഇപ്പം തന്നെ ഏകദേശം ഒരു 9 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണികളൊക്കെ എന്താ പറയുക ലേറ്റായിട്ട് തന്നെയാണ് കഴിയാറുള്ളത്. ഈ സമയത്താണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കുക. പിന്നെ അത് കഴിച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് കഴിക്കും, കുട്ടികളൊരു ടൈമിൽ കഴിക്കും, അങ്ങനെ എല്ലാവരും ഓരോരോ ടൈമിലാണ് കേട്ടോ കഴിക്കാറുള്ളത്. ഇനി ഇതാ ഞാൻ ചട്നിയൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. ഇന്ന് ഞാൻ തട്ടുകട സ്റ്റൈലിലുള്ള ചട്നിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഞങ്ങൾ ഒരു ദിവസം ഇതുപോലെ രാത്രി തട്ടുകടയിൽ പോയ ടൈമിൽ ഒരു ചട്നി കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് റെസിപ്പിയൊക്കെ പൊക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് കടുക് അങ്ങ് പൊട്ടിച്ചെടുക്കുക. പിന്നെ കുറച്ചൊരു ചെറിയുള്ളിയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ അങ്ങ് വഴറ്റിയെടുക്കുക. പിന്നെ തേങ്ങ അരക്കുമ്പോൾ നമ്മൾ തേങ്ങയും കുറച്ചൊരു മുളക് പൊടിയും കാശ്മീരി ചില്ലിയും കൂടി ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ട് അതും ഒരു പീസ് ഇഞ്ചിയും ചേർത്തിട്ട് തേങ്ങ അരച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതാ ഞാൻ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ച മിക്സില്ലേ അത് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കണം കേട്ടോ. നമ്മൾ തട്ടുകടയിൽ നല്ല ലൂസിലുള്ള ചട്നിയല്ലേ ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഇതാ ഞാൻ 1 കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിളച്ച് പോകരുത്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിളച്ചാൽ മതി. പിന്നെ കുറച്ചൊരു നെല്ലിക്കേൻ്റെ പകുതി വലുപ്പത്തിൽ പുളിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ആ ഒരു പുളിയും കൂടെ വരുമ്പോഴാണ് നമ്മുടെ ചട്നിക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇതുപോലെ ഉണ്ടാക്കി വെക്കാത്തവർ എന്തായാലും ഒന്ന് റെഡിയാക്കി വെക്കുക. നല്ല ടേസ്റ്റ് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ആ തട്ടുകടയിൽ പോയി കഴിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഫാനായി മാറിയിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് നേരം കൂടി ഈ ഒരു ടൈമിൽ കുറച്ച് നേരം കൂടെ വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ മാവ് കുറച്ചുകൂടെ അങ്ങ് പൊങ്ങി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് കഴിച്ച നമ്മുടെ തട്ടിക്കൂട്ട് ദോശയില്ലേ തട്ടുകടയിൽ നിന്ന് കഴിച്ച അതന്നെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുട്ടികളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്കുള്ളത് വേഗം കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കറക്റ്റ് ടൈമിൽ കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ അവരൊക്കെ എണീറ്റതിന് ശേഷം അവരൊക്കെ വെയിറ്റ് ആക്കിയിട്ടായിരുന്നു കഴിക്കാറുള്ളത്. ഇപ്പോൾ പിന്നെ ഒന്നും നോക്കാറില്ല കേട്ടോ, ഞാനങ്ങ് കഴിക്കൽ തന്നെയാണ് പതിവ്. അപ്പോൾ അത് അമ്മാവൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊന്തി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു തട്ടിൽക്കൂട്ടി ദോശേൻ്റെ മാവിന് വ്യത്യാസമുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ കറക്റ്റ് ദോശമാവ് കൊണ്ട് തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിൻ്റെ പരുവം നമ്മൾ ഉഴുന്നെടുക്കുന്നതിനും അരി എടുക്കുന്നതിനൊക്കെ ഓരോ പരുവമുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെതായ രീതിക്കുള്ള തട്ടിക്കൂട്ടി ദോശയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ദോശേൻ്റെ 2 സൈഡും മൊരിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ അവിടെ വയനാട്ടിലൊക്കെ ദോശേൻ്റെ 2 സൈഡും അങ്ങനെ മൊരിക്കാറില്ല, ജസ്റ്റ് ഒരു സൈഡ് അങ്ങ് ചുട്ടെടുക്കാറാണ്. ഇപ്പോൾ തിരിച്ചിട്ടിട്ടും കൂടെ ചിലർ തിരിച്ചിട്ട് ചുടുന്നവരുണ്ട് കേട്ടോ, ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും. നല്ല ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി തന്നെയാണ്. പിന്നെ ഇപ്പോൾ ലേറ്റായിട്ട് എണീറ്റത് കൊണ്ട് തന്നെ പണികളൊക്കെ തീരാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം ആവും കേട്ടോ. പിന്നെ പുറത്തിറങ്ങിയിട്ടുള്ള പണികൾ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ, മഴ തന്നെ ആണല്ലോ. അപ്പോൾ മുറ്റടിക്കുക അങ്ങനത്തെ പരിപാടി, അലക്കിയിട്ട് പുറത്ത് വിരിച്ചിടുക അങ്ങനത്തെ പരിപാടിയൊന്നും മഴക്കാലത്ത് നമുക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ അകത്ത് തന്നെ ആയതുകൊണ്ട് വേഗം പണികളൊക്കെ അങ്ങ് തീരാറുണ്ട്. ഇതാ ഞാൻ എനിക്കുള്ള 2-3 ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാക്കി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ആൾക്ക് ഇപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാനിതാ എനിക്കുള്ള ചട്നിയും കൂട്ടിയിട്ട് കഴിക്കുകയാണ്. പിന്നെ എനിക്ക് ദോശേൻ്റെ ഒപ്പം മീൻകറി ഉണ്ടെങ്കിലും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞതായിരുന്നു, പക്ഷേ മഴ കൂടിയത് കൊണ്ട് പിന്നെ മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മീറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന്. അപ്പോൾ പിന്നെ സമാധാനത്തിൽ ഇരുന്നിട്ട് വേഗം പണികളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. അല്ലെങ്കിൽ 11 മണിക്ക് തന്നെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയ്ക്ക് ചെറിയൊരു കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് സിറ്റൗട്ടൊന്ന് വൈപ്പ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. പക്ഷേ സ്ഥിരം ഇതാണ് കേട്ടോ പരിപാടി. നല്ല രീതിക്ക് തന്നെ നമ്മുടെ ആ ഒരു വാതിൽപ്പടീൻ്റെ അവിടം വരെ വെള്ളം വരും. അതുപോലത്തെ കാറ്റാണ് കേട്ടോ, ഭയങ്കര കാറ്റാണ്. ഇവിടെ മരങ്ങളൊക്കെ കുറവായതുകൊണ്ട് കാറ്റ് നല്ല രീതിക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ പിന്നെ സിറ്റൗട്ടിലൊക്കെ എപ്പോഴും നല്ല വെള്ളമായിരിക്കും. ഞാനിതാ വേഗം വൈപ്പ് ചെയ്തിടുകയാണ്. ഡെയിലി ഇത് 4-5 തവണയെങ്കിലും ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ. പിന്നെ കുളി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അധികം വൈപ്പ് ചെയ്തിടാൻ വേണ്ടിയിട്ട് വരാറില്ല.
നല്ലപോലെ വെള്ളമുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഈ തുടച്ചെടുക്കുന്നത് കണ്ടാൽ അറിയായിരിക്കും. മഴ അത്യാവശ്യം കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വാതിൽപ്പടീൻ്റെ ഉള്ളിലൂടെ അകത്തേക്കും വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ വേഗം ഒന്ന് തുടച്ച് നീറ്റാക്കി ഇടാമെന്ന് വിചാരിച്ചു. നല്ല കാറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ തുടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ലപോലെ കാറ്റും അടിക്കുന്നുണ്ടെന്ന്. നമ്മളെ വീട്ടിൽ മാത്രമല്ല കേട്ടോ, ഇവിടെയുള്ള ഏകദേശം എല്ലാ വീടുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ ഇതാ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെച്ച് അതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി ഇടുകയാണ്. ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ നോക്കണം. അപ്പോൾ അതിന് മുന്നേ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി നീറ്റാക്കി ഇട്ടാൽ നമുക്ക് അവിടെ നിന്ന് പണിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ ഇതാ വേഗം ഒക്കെ നീറ്റാക്കി ഇടുക. നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് പണി കിട്ടിയ ദിവസമാണ് കേട്ടോ. പിന്നെ കുട്ടികൾ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് ഹാളിലുള്ള സാധനം കിച്ചണിലുണ്ടാവും, കിച്ചണിലുള്ള ഐറ്റംസ് ഹാളിലുണ്ടാവും. ഇതന്നെയാണ് കേട്ടോ പരിപാടി. പണികൾ തീരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ലേറ്റ് ആവും. അങ്ങനെ ഇതാ കാറ്റൊക്കെ നല്ല പോലെ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് 2 പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മോൾക്ക് മൂത്രത്തെ കടച്ചിലെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം കൂവപ്പൊടിയൊക്കെ കുറച്ച് റെഡിയാക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു കൂവപ്പൊടി ഭയങ്കര എഫക്റ്റീവാണ്. ഇതെൻ്റെ ഉമ്മ ഉണ്ടാക്കിയിട്ട് എനിക്ക് തന്നതായിരുന്നു. ഏകദേശം 1 വർഷമൊക്കെയായി. പണ്ടൊക്കെ ഉമ്മ കുറേ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ആരോഗ്യസ്ഥിതിയൊക്കെ കുറച്ചൊരു മോശമായത് കാരണം അങ്ങനെ അങ്ങ് റെഡിയാക്കി എടുക്കാറൊന്നുമില്ല. നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളതൊക്കെ റെഡിയാക്കി എടുക്കും. എന്താ പറയുക, നമുക്ക് മൂത്രത്തിൽ കല്ലോ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരു 2 നേരം കുടിക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് അങ്ങ് മാറിക്കിട്ടും. അതുപോലെ വയറുവേദനക്കൊക്കെ അടിപൊളി മെഡിസിനാണ് കേട്ടോ. അങ്ങനെ ഞാനിത് തിളക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം ഹോളൊക്കെ ഒന്ന് അടിച്ചു വാരി റൂമുകളും ഒക്കെ ഒന്ന് ക്ലീനാക്കി നീറ്റാക്കി ഇടാൻ വേണ്ടിയിട്ട് പോയി വന്നപ്പോഴത്തേക്ക് ഇത് നല്ലപോലെ തിളച്ചങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പം ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിയണം. നല്ലോണം കാറ്റങ്ങ് വന്നിട്ടോ. ഞാൻ കിച്ചണിൽ ജനൽ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാമ്പു ചെടിയൊക്കെ നിലത്തേക്ക് വീണ് അതിൻ്റെ വെള്ളമൊക്കെ പോയി കൗണ്ടർ ടോപ്പിലും നിലത്തൊക്കെ ആകെ അലമ്പായിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് സെറ്റാക്കി വെക്കുകയാണ്. ഇപ്പം ഞാൻ പിന്നെ ജനലിൻ്റെ അടുത്തേക്ക് വെച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് ഇങ്ങോട്ട് തന്നെ നീക്കി വെച്ചിട്ടോ. എനിക്കാണെങ്കിൽ ജനൽ തുറന്നിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ ഒരു ഇടങ്ങേറാണ്. അപ്പോൾ പിന്നെ ഞാൻ ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജനൽമ പച്ച വിരിച്ചിട്ടുണ്ടല്ലോ അത് പുല്ലാണോ എന്ന്. നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് മാറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, റബ്ബറിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ പീസ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് കട്ട് ചെയ്തിട്ട് അങ്ങനെ വിരിച്ചു കൊടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിതാ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് തിളച്ച് വന്നപ്പം അരിയിട്ട് കൊടുക്കുകയാണ്. ചോറൊക്കെ പിന്നെ വേഗമാവുമല്ലോ, നമുക്ക് റേഷൻ അരിയാണ് കേട്ടോ വെക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചോറൊക്കെ റെഡിയാക്കി കിട്ടും. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാൻ ചോറൊക്കെ അടുപ്പത്തിട്ടതിന് ശേഷം കറിക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ വാങ്ങിച്ച ചിക്കൻ ഞാൻ കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെക്കുന്നുണ്ട്. അതുപോലെ വെള്ളരീൻ്റെ ഒരു പീസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ അതും മത്തൻ്റെ ഒരു പീസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കേടായിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 2-3 ദിവസമായിട്ട് കറണ്ട് ഇല്ലായിരുന്നു. ഞാൻ ആദ്യം പരിപ്പും വെള്ളരിയും താളിച്ചെടുക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. പിന്നെ പ്ലാൻ അങ്ങ് മാറ്റി കുറച്ച് മുരിങ്ങയില പോയി ഒടിച്ചിട്ട് അതങ്ങ് താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. നല്ല കാറ്റായതുകൊണ്ട് നമ്മുടെ മുരിങ്ങമരമൊക്കെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താളിക്കാനായതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ പൊടിച്ചെടുക്കുന്നുള്ളൂ, ഒരുപാടൊന്നും എടുക്കുന്നില്ല, നമുക്ക് കുറച്ച് മതിയല്ലോ. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് കിച്ചണിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു മുരിങ്ങയില ഊരിയിടാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ, പണ്ട് മുതലേ ഉള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ കിച്ചണിലെത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എവിടുന്നേലൊക്കെ ഇങ്ങനെ മുരിങ്ങൻ്റെ ഇല കിട്ടുമ്പോൾ ഉമ്മ നമ്മളെ കൊണ്ടും എല്ലാവരും ഇരുന്നിട്ടാണ് കേട്ടോ ഇതൊക്കെ റെഡിയാക്കി എടുക്കുക. അന്നൊക്കെയെന്ന് വെച്ചാൽ ആളുകൾ നമ്മളെല്ലാവരും ഉണ്ടല്ലോ, മക്കളും ഉമ്മയും വല്യമ്മയും വല്യപ്പ അങ്ങനെ ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം വേണ്ടിയും വരുമല്ലോ. അങ്ങനെ മടിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ തണ്ടോട് കൂടിയൊക്കെ ഉമ്മനെ കാണാതെ ഇടലൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ അതാ കുട്ടികളൊന്നും കൂട്ടുന്നില്ല, കാരണം മഴയും വെള്ളമൊക്കെ ആണ്. അവരിത് നിലത്ത് കൂടെ ഒക്കെ ഇടും, ആകെ അലമ്പാക്കും. അപ്പോൾ പിന്നെ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചിട്ട് വേറെ എവിടെയും ആക്കാതെ അങ്ങ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കനും മസാല വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ചോറൊക്കെ വന്നപ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുരിങ്ങൻ്റെ ഇല താളിക്കാൻ വേണ്ടി വെച്ചു. അതൊക്കെ സെറ്റായിട്ട് മക്കൾക്ക് ചോറെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അനിയൻ്റെ മോനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇതിലിടക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരെല്ലാവരും ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു.
ഏകദേശം ഒരു 12:30 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. ഫുഡ് കഴിക്കാനൊന്നും ആയിട്ടില്ല. പക്ഷേ മഴയും തണുപ്പൊക്കെ ആണല്ലോ, വിശപ്പ് എല്ലാവർക്കും വേഗം വരുന്ന ടൈമാണല്ലോ. അങ്ങനെ ഇത് അവർക്കുള്ള ഫുഡൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാനിനി അലക്കിയതൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. അലക്കിയത് ഇടുന്നതും ഒരു കഥ തന്നെയാണ് കേട്ടോ. കാരണം പുറത്തിടാൻ പറ്റില്ലല്ലോ, അങ്ങനെ നമ്മൾ ഷെഡിൽ തന്നെയാണ് ഇടൽ. പക്ഷെ ചീറ്റൽ വന്നിട്ട് അലക്കിയിട്ടത് എല്ലാം ഒറ്റയടിക്ക് തന്നെ നനഞ്ഞ് നല്ല അലമ്പായിട്ട് തന്നെ കിട്ടും കേട്ടോ. പക്ഷെ നല്ല കാറ്റുള്ളത് കൊണ്ട് ഉള്ളിലുള്ള അയലിലേക്ക് അലക്കിയിടുന്നതൊക്കെ ഏകദേശമൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടാറുണ്ട്. ബേക്കിലുള്ളതാണ് അത്യാവശ്യം നല്ലവണ്ണം നനഞ്ഞു പോകുന്നത്. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കില്ല അലക്കലും പരിപാടിയൊക്കെ. കുറച്ച് ആളുകൾ കൂടുതലുള്ള വീട്ടിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അങ്ങനെ ഇതാ ഇനിയിപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഫ്രഷ് ആവണം. അപ്പോഴത്തേക്ക് കുഞ്ഞാകെ പുറത്ത് പോയതാണ് കേട്ടോ. ആൾ വരും, പിന്നെ ലഞ്ച് കഴിക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഉള്ളത്. പിന്നെ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായല്ലോ. മോളുടെ ബുക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പൊതിഞ്ഞ് ചട്ടടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ രാവിലെ മുതൽ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ കാണാം. ബൈ.